ശ്രീ ജിയോ ബേബി, ഇക്കാര്യത്തിൽ സിനിമാ ലോകത്ത് നിന്നൊരു വലിയ സൈലൻസ് ഉണ്ട്. ചരിത്രത്തിലില്ലാത്ത വണ്ണമുള്ള കടന്നാക്രമണം പൃഥ്വിരാജ് സുകുമാരൻ എന്ന ക്രിയേറ്റർ നേരിട്ടപ്പോൾ മഹാമൗനത്തിൽ ആണ്ടുപോയോ മലയാള സിനിമ? മലയാള സിനിമ മാത്രമല്ല, നമ്മള് എന്താ പറയാ, മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ എന്തുകൊണ്ട് ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതിന്റെ തന്നെ ഒരു ആൻസറിന്റെ മറ്റൊരു വശമാണ് എത്രത്തോളം പ്രതികരണങ്ങൾ പല സ്ഥലത്തു നിന്നുണ്ടായെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഒരു തൊഴിൽ മേഖല എന്നുള്ള രീതിയിലും നമ്മൾ സിനിമകൾ ഇനിയും ചെയ്യാൻ ആലോചിക്കുന്നത് കൊണ്ടും കുറച്ചെങ്കിലും ശബ്ദങ്ങൾ ഉണ്ടാവണം ആ ഒരു തൊഴിലിടത്തിൽ നിന്നെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് നമ്മളൊക്കെ എന്താ പറയാ, ഈ സിനിമയ്ക്കൊപ്പം അല്ലെങ്കിൽ ഇതിന്റെ സൃഷ്ടി ചെയ്തവർക്കൊപ്പം ഒക്കെ നിൽക്കാൻ ശ്രമിക്കുന്നത്. ശബ്ദങ്ങൾ കുറവായിരിക്കാം, പക്ഷേ ഈ ഉള്ള ശബ്ദങ്ങൾ വളരെ റെലവന്റ് ആണെന്നും മനസ്സിലാക്കുന്നു. കാരണം കേരളം പോലെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി തുടങ്ങിയ ആൾക്കാരൊക്കെ ഈ സിനിമ കാണുകയും സിനിമയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പം ഇത് പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്, ഇപ്പൊ നമ്മൾ ആദ്യം സംസാരിച്ചതുപോലെ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സത്യസന്ധമായ ഇപ്പോഴും ഈ ഇവരുടെ വാദങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞതുപോലെ ആരാണ് ഇത് തുടക്കം കുറിച്ചെന്നൊക്കെ, അതിനൊക്കെ എന്താ പറയാ, കോടതിയെ പോലും സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു സംഘം, ഒരു എന്താ പറയാ, ഭരണ വർഗം അവർ ചെയ്യുന്ന അനീതിയാണെന്നുള്ളത് ആണ് പൃഥ്വിരാജ് ഈ സിനിമയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് വന്നാൽ സത്യം അറിയുന്നത് വളരെ പ്രശ്നമാണ് എന്ന് വിറളി കൊണ്ട് നടക്കുന്ന ഈ ഒരു സംഘം, അവരെ നമ്മൾ എത്രത്തോളം പേടിക്കണം ഈ ഒരു കാര്യത്തിൽ. അവിടെ കാണേണ്ട ഒരു കാര്യം, ജിയോ ബേബി, കേരളത്തിന്റെ മുഖ്യമന്ത്രി സിനിമ ഇറങ്ങി മൂന്നാമത്തെ ദിവസം തിയേറ്ററിൽ പോയി സിനിമ കാണുന്നു. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, CPI-യുടെ സംസ്ഥാന സെക്രട്ടറി, സാംസ്കാരിക മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, അങ്ങനെ രാഷ്ട്രീയ സമൂഹത്തിൽ നിന്നുള്ള ഒരുപാട് പേർ ഈ സിനിമ നേരിട്ട് കണ്ട് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ആദ്യത്തെ ആഴ്ചയാണ് നോക്കണം, ഇവരൊന്നും റെഗുലറായി തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആളുകളെ അല്ല. സമൂഹത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്തു. സാധാരണ നിലയ്ക്ക് സിനിമ കാണാത്ത ആളുകൾ തന്നെ പുലർച്ചെ പോലും ടിക്കറ്റ് എടുത്ത് സിനിമയ്ക്ക് പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ വലിയൊരു ഐക്യദാർഢ്യം കേരളത്തിൽ രൂപം കൊണ്ടപ്പോൾ അതിനനുരൂപമായ ഒരു ഐക്യദാർഢ്യം സിനിമാ മേഖലയിൽ ഉണ്ടായോ എന്നുള്ളതാണ് എന്റെ സംശയം. അതെ, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഭയം എന്ന് പറയുന്നത് നമ്മളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഭയപ്പെടുത്തുക, എന്താ പറയാ, ഈ ഒരു ഭരണവർഗത്തിന് ഇഷ്ടമുള്ള കണ്ടന്റുകൾ മാത്രം ഇവിടെ ഉണ്ടായാൽ മതി തുടങ്ങിയ തരം എന്താ പറയാ, അത്തരം ഇതിന്റെ ഭാഗമായിട്ടായിരിക്കും പല മൗനങ്ങളും ഉണ്ടാകുന്ന പോലും. ശബ്ദിക്കാൻ മനുഷ്യർക്ക് പേടിയാണ്. ശബ്ദിച്ച മനുഷ്യർക്കൊക്കെ എന്താ സംഭവിച്ചതെന്നൊക്കെ നമുക്ക് സമീപകാലത്ത് ഒരുപാട് തെളിവുകളുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു രാജ്യത്ത് മനുഷ്യർ മിണ്ടാതിരിക്കുന്നത് വളരെ സ്വാഭാവികമാണ്. ഇപ്പൊ തന്നെ നോക്കൂ, ഇത്തരം ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങൾ. ഇനി ഒരു നിർമ്മാതാവ്, ഒരു റൈറ്റർ, ഒരു ഫിലിം മേക്കർ, അല്ലെങ്കിൽ ആർട്ടിന്റെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെ അവരെ എക്സ്പ്രസ് ചെയ്യും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ പ്രൊഡ്യൂസേഴ്സ്, ഇൻവെസ്റ്റ്മെന്റ്സ്, ഫണ്ട്, ഈ ഫണ്ട് ചെയ്യുന്ന മനുഷ്യർ മുഴുവൻ ഈ പറയുന്ന ഈ ഐഡിയോളജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സിനിമയിൽ അത്തരം സംഗതികൾ ഉണ്ടായിരുന്നു, സിനിമയിൽ ഇത്തരം സംഗതികൾ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഭയം എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്, എല്ലാ മനുഷ്യരെയും ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്, ഈ മാപ്പ് പറച്ചിലുണ്ടാവുകയും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോഴും ഒരു സത്യം നമുക്ക് മുന്നിലേക്ക് ഇട്ടിട്ട് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ കേരളം ഒന്നടങ്കം അല്ലെങ്കിൽ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾക്ക് ഭരണഘടനയിൽ വിശ്വസിക്കുന്നു, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ ഒന്നടങ്കം പോസ്റ്റുകൾ ഇട്ടിട്ട് ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമാകുന്നു. എന്തുകൊണ്ട്? ഇത് കണ്ടിട്ട് പേടിച്ച മനുഷ്യർക്ക് എന്താണ്, ഞങ്ങളെക്കുറിച്ചുള്ള സത്യം പുറത്തേക്ക് വരുന്നു എന്ന് അറിഞ്ഞപ്പോഴുള്ള ഭയമാണ് അവരുടെ. അപ്പം ഇവരുടെ തിരിച്ചുള്ള ആയുധം തന്നെ ഭയപ്പെടുത്തുക, ഭരിക്കുക, ഈ ക്ഷമ പറയിപ്പിക്കുക, ഇതൊക്കെ തന്നെയാണ്. ഒരു ഭയത്തിന്റെ അന്തരീക്ഷം ഉണ്ട് എന്ന് താങ്കൾ പറയുന്നു, ഞാൻ അതിനോട് വിയോജിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ സമൂഹത്തിൽ നിന്ന് ഇത്രയധികം പിന്തുണ ഉണ്ടാവുന്ന സ്ഥിതിക്ക്, നമ്മുടെ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് നിന്ന് ഇത്രയും പിന്തുണ ഉണ്ടാവുന്ന സ്ഥിതിക്ക്, ഇപ്പൊ അല്പസമയം മുമ്പാണ് ഫെഫ്കയുടെ ഒരു പ്രസ്താവന വന്നത്. അതിനു മുമ്പ് ലിസ്റ്റിൻ സ്റ്റീഫൻ, അതുപോലെ അതിനു മുമ്പ് ആസിഫ് അലി ഒക്കെ സംസാരിച്ചു, അതുപോലെ തന്നെ ആഷിഖ് അബു സംസാരിച്ചു. ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഇന്ന് മുതലാണ് ഒറ്റപ്പെട്ട ശബ്ദങ്ങളെങ്കിലും സിനിമാ ലോകത്ത് നിന്ന് ഉണ്ടായത്. അപ്പോൾ തുറന്ന് ഇങ്ങനെ ഭയത്തിന്റെ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ കഴിയില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളത് പരമമാണ്. അതിൽ വിയോജിപ്പുകൾ ഉള്ള ആളുകളുണ്ടാവാം, അവർക്ക് വിയോജിക്കാം. എന്റെ ആവിഷ്കാരം, എന്റെ സ്വാതന്ത്ര്യമാണ്, എന്റെ അവകാശമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന തുറന്ന പ്രഖ്യാപനങ്ങൾ സിനിമാ ലോകത്തു നിന്ന് ഉണ്ടാവണ്ടേ? ഉണ്ടാവണം, തീർച്ചയായിട്ടും ഉണ്ടാവണം.
ഞാൻ പറയുന്നത് ശബ്ദങ്ങൾ കുറഞ്ഞിരിക്കുന്നതിന്റെ കാരണങ്ങൾ നമ്മൾ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്, ഈ ഭയമൊക്കെ തന്നെയാണ്. അതിനെ നമുക്ക് ഓവർകം ചെയ്യേണ്ടതുണ്ട്. അത് കല കൊണ്ടും ചെയ്യേണ്ടതുണ്ട്, മനുഷ്യരാൽ മുമ്പോട്ട് വന്നും ചെയ്യേണ്ടതുണ്ട്, സംഘടനാ പ്രവർത്തനം വഴി ചെയ്യേണ്ടതുണ്ട്. ഇതൊന്നും ഉണ്ടാകുന്നില്ല ഇന്നത്തെ ഇന്ത്യയിൽ, ഇതൊന്നും സംഭവിക്കുന്നില്ല. വളരെ ദുഃഖകരമായ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന രീതികളൊക്കെ മാറ്റി വെച്ചിട്ടിരിക്കും. പക്ഷെ നമുക്കിപ്പം മിണ്ടണം, നമുക്കിപ്പം ശബ്ദിക്കണം തോന്നുന്ന ഒരു സമയം കൂടെ ആയതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ശബ്ദം കൂടെ ഇവരോടൊപ്പം ചേരണം. ഈ ഒരു സിനിമയ്ക്കോ അല്ലെങ്കിൽ ആ പ്രവർത്തകർ നേരിട്ട വിഷമത്തിൽ നമ്മളും കൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്ന് തോന്നുന്നു. ശരി.